നിങ്ങൾ ദി അവഞ്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ടെസറാക്ട് എന്ന് വിളിക്കുന്ന തിളങ്ങുന്ന ഒരു ബ്ലൂ ക്യൂബ് കണ്ടിട്ടുണ്ടാവും. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പോർട്ടലുകൾ തുറക്കാനും അവിടുത്തെ എനർജിയെ കൺട്രോൾ ചെയ്യാനും കഴിവുള്ള ശക്തമായ ഒരു കോസ്മിക് ഒബ്ജക്റ്റായാണ് അതിനെ കാണിക്കുന്നത്. ബട്ട് ഹിയർ ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ടെസറാക്ട് എന്ന പേര് മാർവലിൽ നിന്ന് വന്നതല്ല. അത് ശരിക്കും റിയൽ മാത്തമാറ്റിക്സിൽ നിന്നാണ് വരുന്നത്. ജോമെട്രിയിൽ ടെസറാക്ട് അല്ലെങ്കിൽ ഹൈപ്പർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 സ്പേഷ്യൽ ഡയമെൻഷനുകളിൽ നിലനിൽക്കുന്ന ഒരു രൂപമാണ്. നമ്മളൊരു 3 ഡയമെൻഷണൽ ലോകത്താണ് ജീവിക്കുന്നത്. എങ്കിലും ഈ അത്ഭുത വസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മാത്തമാറ്റീഷ്യൻസ് കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ടുഡേ ലെറ്റ്സ് എക്സ്പ്ലോർ എ സ്ട്രേഞ്ച് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് എ ക്യൂബ് ലുക്ക് ലൈക്ക് ഇൻ 4th ഡയമെൻഷൻ? ഒരു ടെസറാക്ടിനെ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ പടിപടിയായി നിർമ്മിക്കണം. നമുക്ക് ഒരു ബിന്ദു, അതായത് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാം. ഒരു പോയിന്റിന് വലിപ്പമില്ല, നീളമില്ല, വീതിയില്ല, ഉയരമില്ല. അത് 0 ഡയമെൻഷനിലാണ് നിലനിൽക്കുന്നത്. ഇനി ആ പോയിന്റ് ഒരു ഡയറക്ഷനിലേക്ക് നീക്കുന്നതായി സങ്കല്പിക്കുക. ഇത് നീങ്ങുമ്പോൾ പിന്നീട് ഒരു ട്രെയിൽ വീഴുന്നുണ്ട്. ആ ട്രെയിലാണ് ലൈൻ, അതായത് വരയായി മാറുന്നത്. ഒരു ലൈനിന് ഒരു ഡയമെൻഷനാണുള്ളത്, അതായത് നീളം, ലെങ്ത് മാത്രമാണുള്ളത്. അതാണ് 1D. ഇനി ആ വരയെ പുതിയ ഒരു ഡയറക്ഷനിലേക്ക് നീക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സമചതുരം, അതായത് സ്ക്വയർ ലഭിക്കും. ഒരു സ്ക്വയറിന് 2 ഡയമെൻഷനുകളുണ്ട്, നീളവും വീതിയും, അതായത് 2 ഡയമെൻഷൻ. ഇനി ആ സ്ക്വയറിനെ മുകളിലേക്ക് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് തള്ളുന്നതായി സങ്കല്പിക്കുക. അതൊരു ക്യൂബായി മാറും. ഒരു ക്യൂബിന് 3 ഡയമെൻഷൻ ഉണ്ട്, നീളം, വീതി, ഉയരം. അതായത് ഇതാണ് 3D. നമ്മൾ ജീവിക്കുന്ന ലോകം. നമുക്ക് ചുറ്റുമുള്ള എല്ലാം 3 ഡയമെൻഷനിലാണ് നിലനിൽക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് വെച്ചാൽ എങ്ങനെയിരിക്കും? നമുക്കറിയാവുന്ന 3 ദിശകൾക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ക്യൂബിനെ നീക്കുന്നതായി സങ്കല്പിക്കുക. അതായത് ഇടത്തോട്ടോ വലത്തോട്ടോ അല്ല, മുന്നിലോട്ടോ പിന്നിലോട്ടോ അല്ല, മുകളിലോട്ടോ താഴോട്ടോ അല്ല, എ കംപ്ലീറ്റ്ലി ന്യൂ ഡയറക്ഷൻ. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ക്യൂബിന് ഒരു പുതിയ രൂപം ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഷേപ്പ് ഈസ് കോൾഡ് എ ടെസറാക്ട് അല്ലെങ്കിൽ ഹൈപ്പർ ക്യൂബ്. 2 ഡയമെൻഷനുള്ള ഒരു സ്ക്വയർ 3 ഡയമെൻഷനിലേക്ക് കടക്കുന്നതാണ് ക്യൂബ് എന്ന് പറയുന്നത് പോലെ ഒരു ക്യൂബ് 4ാമത്തെ ഡയമെൻഷനിലേക്ക് കടക്കുന്നതാണ് ടെസറാക്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ബ്രെയിനിന് 3 ഡയമെൻഷനുകൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ഒരു ടെസറാക്ടിനെ കാണാൻ സാധിക്കില്ല. അതിനു പകരം അതിന്റെ പ്രൊജക്ഷനുകളാണ് നമ്മൾ കാണുന്നത്. ഒരു ക്യൂബിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഒരു ക്യൂബിൽ ഒന്ന് ലൈറ്റ് അടിച്ചാൽ അതൊരു ഷാഡോ ഉണ്ടാക്കും. ആ ഷാഡോ 2 ഡയമെൻഷനിലാണ്. അതായത് 3 ഡയമെൻഷനുള്ള ഒരു ക്യൂബിന്റെ ഷാഡോ എന്ന് പറയുന്നത് 2 ഡയമെൻഷനാണ്. ഇനി ഒരു ടെസറാക്ടിനെ സങ്കല്പിക്കുക. നമ്മുടെ 3 ഡയമെൻഷൻ ലോകത്തേക്ക് 4th ഡയമെൻഷനുള്ള ടെസറാക്ടിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അത് ഒരു 3 ഡയമെൻഷണൽ ഷാഡോ ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കറങ്ങുന്ന വയർ ഫ്രെയിം പോലെ അത് ശരിക്കും 4 ഡയമെൻഷണൽ ടെസറാക്ടിന്റെ ഒരു 3D പ്രൊജക്ഷൻ ആണ്. ഇറ്റ്സ് സിമിലർ ടു ഹൗ എ ഷാഡോ റെപ്രസെന്റ്സ് എ ഹയർ ഡയമെൻഷണൽ ഒബ്ജക്ട് ഇൻ എ ലോവർ ഡയമെൻഷൻ. അതായത് ഒരു ഹയർ ഡയമെൻഷണൽ വസ്തു എപ്പോഴും അതിന്റെ ഷാഡോ ഒരു ലോവർ ഡയമെൻഷനിലായിരിക്കും പ്രൊജക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഒരു ക്യൂബിനുള്ളത് 6 സ്ക്വയർ ഫേസുകൾ, 12 എഡ്ജുകൾ, 8 വെർട്ടീസസ് അതായത് മൂലകൾ. പക്ഷേ ഒരു ടെസറാക്റ്റിലുള്ളത് 8 ക്യൂബുകൾ, 24 സ്ക്വയർ ഫേസുകൾ, 32 എഡ്ജുകൾ, 16 വെർട്ടീസസ് അതായത് 16 മൂലകൾ. അതുകൊണ്ടാണ് സ്ക്വയറുകൾ സർഫസ് ആകുന്നതിന് പകരം മുഴുവൻ ക്യൂബുകളും ചേർന്നാണ് ഒരു ടെസറാക്ടിന്റെ അതിർത്തി രൂപപ്പെടുത്തുന്നത്. സോ യു ക്യാൻ ഇമാജിൻ ഇറ്റ് ലൈക്ക് 2 ക്യൂബ്സ് കണക്റ്റഡ് അക്രോസ് ദ 4th ഡയമെൻഷൻ. പക്ഷേ നമുക്ക് ആ ഡയറക്ഷൻ കാണാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ഡ്രോയിങ്സ് അതിനെ 3D സ്പേസിലേക്ക് ചുരുക്കുന്നു. അതുകൊണ്ടാണ് ഈ ക്യൂബ് ഇൻസൈഡ് എ ക്യൂബ് ഷേപ്പ് നമ്മൾ കാണുന്നത്. ഹയർ ഡയമെൻഷനുള്ള രൂപങ്ങളുടെ ആശയം നൂറ്റാണ്ടുകളായി മാത്തമാറ്റീഷ്യൻസിനെ ആകർഷിച്ചിട്ടുണ്ട്. 1800കളുടെ അവസാനത്തിൽ ഗണിതശാസ്ത്രജ്ഞനായ ചാൾസ് ഹോവാർഡ് ഹിന്റൺ ആണ് ടെസറാക്ട് എന്ന കൺസെപ്റ്റ് ജനകീയമാക്കിയത്. പിന്നീട് ഫിസിക്സിലും ഹയർ ഡയമെൻഷൻസ് പ്രാധാന്യമുള്ളതായി മാറി. സ്ട്രിംഗ് തിയറി പോലെയുള്ള ചില ആധുനിക സിദ്ധാന്തങ്ങൾ 3ൽ കൂടുതൽ സ്പേഷ്യൽ ഡയമെൻഷൻസ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടായേക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ചില മോഡലുകൾ 10 മുതൽ 11 വരെ ഡയമെൻഷനുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനാൽ മിക്ക ഡയമെൻഷനുകളും വളരെ ചെറുതും നമ്മുടെ സെൻസുകളിൽ നിന്ന് മറഞ്ഞു കിടക്കുന്നവയും ആയിരിക്കും. പക്ഷേ മാത്തമാറ്റിക്കൽ മോഡലുകൾ ടെസറാക്ട് പോലെയുള്ള രൂപങ്ങൾ ഹയർ ഡയമെൻഷൻ സ്പേസിൽ എങ്ങനെ പ്രവർത്തിക്കും എന്ന് അന്വേഷിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു തോട്ട് എക്സ്പെരിമെന്റ് ചെയ്താലോ? അതായത് ചിന്താ പരീക്ഷണം. ഡയമെൻഷൻ മാത്രമുള്ള ഒരു ലോകത്തെ പറ്റി സങ്കല്പിക്കുക. അവിടെയുള്ളവർക്ക് 2D അതായത് നീളവും വീതിയും മാത്രമേ കാണാൻ കഴിയൂ. നിങ്ങൾ
അവരുടെ ലോകത്തിലൂടെ ഒരു ക്യൂബ് കടത്തിവിട്ടാൽ അവർക്ക് മുഴുവൻ ക്യൂബും കാണാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു 2D സ്ലൈസ് പ്രത്യക്ഷപ്പെടുന്നതും അപ്രത്യക്ഷമാകുന്നതും മാത്രമേ അവർ കാണൂ. അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും വളരുകയും ചുരുങ്ങുകയും മാഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സ്ക്വയർ പോലെയാണ് അത് തോന്നുക. ഇനി നമ്മുടെ 3D ലോകത്തിലൂടെ ഒരു ടെസറാക്ട് കടന്നു പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. തുടർച്ചയായി രൂപം മാറുന്ന അതിന്റെ 3D സ്ലൈസ് മാത്രമേ നമുക്ക് കാണാൻ സാധ്യതയുള്ളൂ. 2 ഡയമെൻഷൻ ജീവികൾക്ക് ഒരു ക്യൂബിനെ മുഴുവനായി മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ നമുക്കും ഒരു 4th ഡയമെൻഷൻ വസ്തുവിനെ മുഴുവനായി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും വരില്ല. അതുകൊണ്ട് ടെസറാക്ട് അല്ലെങ്കിൽ ഹൈപ്പർ ക്യൂബ് എന്നാൽ ഒരു സിനിമയിലെ ഒരു വിചിത്രമായ രൂപം മാത്രമല്ല, അത് 4th ഡയമെൻഷനിൽ നിലനിൽക്കുന്ന യഥാർത്ഥ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്. നമ്മൾ അനുഭവിക്കുന്ന 3 ഡയമെൻഷനുകളേക്കാൾ എത്രയോ കോംപ്ലക്സ് ആണ് ഈ പ്രപഞ്ചം എന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും അപ്പുറം വേറെയും ഹയർ ഡയമെൻഷണൽ ലോകങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവഞ്ചർ സിനിമയിൽ കാണിച്ച ടെസറാക്ട് സയന്റിഫിക്കലി ആക്യുറേറ്റ് ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.